വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. സ്നേഹമുള്ളവരെ, മറിയത്തിൻ്റെ സ്തോത്രഗീതം, മറിയം പാടിയ ഒരു ആനന്ദഗീതമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ആനന്ദഗീതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സന്ദേശത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്തുതിയുടെ, കീർത്തനത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം ഒരു കീർത്തനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ജീവിതമാക്കി പരിശുദ്ധ അമ്മ മാറ്റിയതാണ് എന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓഫീസിൻ്റെ വാതിലിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്രകാരമാണ് അത്: ഇവിടെ ആരും പരാതി പറയരുത്. ഇവിടെ ആരും പരാതി പറയരുത്. സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാത്തത്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെപ്പോഴും കുറവുകൾ കാണുവാൻ പരിശ്രമിക്കുന്നവരും പരാതി പറയുന്നവരും ആണ് എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനാൽ തന്നെയാണ് ആ വാതിലിൽ ഈ വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നത്: ഇവിടെ ആരും പരാതി പറയരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? പരാതി കുറയുമ്പോൾ സന്തോഷം വർദ്ധിക്കും. അല്ലെങ്കിൽ സന്തോഷം, ആനന്ദം വർദ്ധിക്കുന്നിടത്ത് പരിഭവങ്ങൾ കുറയും. പരിശുദ്ധ അമ്മയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്തോത്രഗീതം പാടുവാനായിട്ട് സാധിച്ചത്? അവളുടെ ജീവിതത്തിൽ കുറവുകളില്ലാത്തത് കൊണ്ടല്ല. അവളുടെ ജീവിതത്തിൽ കുറവുകളിൽ പോലും അവൾക്ക് സന്തോഷവതിയായിരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സ്വന്തം ജീവിത പങ്കാളിയാൽ സംശയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. സന്തോഷിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായി ഒരിടം തേടി നിറവയറുമായി യാത്ര ചെയ്തപ്പോഴും പരിശുദ്ധ അമ്മ പരാതി പറഞ്ഞില്ല. കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായി വലിയ സ്ഥലമൊന്നും കിട്ടിയില്ല, ഒരു കാലിത്തൊഴുത്താണ് ലഭിച്ചത്. അപ്പോഴും പരിശുദ്ധ അമ്മ പരാതി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഗബ്രിയേൽ ദേവദൂതൻ പറയുകയാണ്, നിന്റെ അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, മറിയമേ നീ സന്തോഷിച്ചാലും. ആ ദൈവദൂതൻ പിന്നീട് ജീവിതത്തിൽ എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല. കാലിത്തൊഴുത്തിലാണ് അവർ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് എത്തുന്നത്. ഒരിക്കലും ഒരു രാജാവാകുവാനോ രാജ്ഞിയാകുവാനോ ഔസേപ്പിതാവിനും പരിശുദ്ധ കന്യകാമറിയത്തിനും സാധിക്കുന്നില്ല
എന്നിട്ടും അവരുടെ ജീവിതത്തിൽ പരാതിയില്ല. 30 വയസ്സ് പ്രായമായ മകൻ അത്രയും നാൾ ഭവനത്തിലായിരുന്ന് ഇതാ സുവിശേഷ വേലയ്ക്കെന്നും പറഞ്ഞ് ദൈവരാജ്യ പ്രഘോഷണത്തിന് എന്നും പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയപ്പോഴും പരിശുദ്ധ അമ്മ പരാതി പറഞ്ഞില്ല. കുരിശിൻ ചുവട്ടിൽ അമ്മ നിന്നപ്പോഴും തൻ്റെ മകൻ്റെ ദാരുണമായ മൃത്യു, തൻ്റെ മകനെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് പോലും അവൾ പരാതിപ്പെടുന്നില്ല. ദുഃഖത്തിന് മാത്രം വകയുണ്ടായിരുന്നപ്പോഴും മറിയം തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ദൈവകൃപയുടെ പേരാണ് ആനന്ദം. അതാണ് പരിശുദ്ധാത്മാൻ്റെ ഫലം എന്ന് പറയുന്നത്, ആനന്ദം, സന്തോഷം. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണ്. ഈ വചനം കേൾക്കുന്ന ആർക്കാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇല്ലാത്തത്? ആരുടെ ജീവിതത്തിലാണ് എന്നും ദുഃഖങ്ങൾ കടന്നു വരാത്തത്? ആരുടെ ജീവിതത്തിലാണ് എന്നും സന്തോഷത്തിനുള്ള വകകൾ മാത്രമുള്ളത്? എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വേണം കരുതുവാനായിട്ട്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കാത്തത്? പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ കുറവുകളിലേക്ക് മാത്രം നോക്കുമ്പോൾ അവൻ ഒരിക്കലും ദൈവം നൽകിയിട്ടുള്ള ദൈവാനുഗ്രഹം ദർശിക്കുവാനായിട്ട് സാധിക്കില്ല. ഒരാൾ എപ്പോൾ അയാളുടെ ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അയാൾക്ക് ദൈവം കൊടുക്കുന്ന ആ സന്തോഷം അവിടെ അപ്രത്യക്ഷമാവുകയാണ്. അയാളുടെ ജീവിതത്തിൽ നിന്ന് നിറവുകളിലേക്ക്, ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഉയർന്നവരുമായി നമ്മൾ താരതമ്യം ചെയ്യുവാനായിട്ട് ആരംഭിക്കുമ്പോഴും നമ്മുടെ സന്തോഷം അസ്തമിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ താരതമ്യം ചെയ്യുന്നവരാ. പഠന മേഖലയിലാവട്ടെ, ജോലി മേഖലയിലാവട്ടെ, സാലറിയുടെ ശമ്പളത്തിൻ്റെ മേഖലയിലാവട്ടെ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ ഒരു ഗുണമോ അല്ലെങ്കിൽ ദോഷമോ? പക്ഷേ നമ്മൾ ഒരു എഴുത്തുകാരൻ പറയുന്നത് പ്രകാരമാണ്, നമ്മൾ നമ്മളെക്കാൾ താഴെക്കിടയിലുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തി നോക്കിക്കേ. അപ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ താരതമ്യങ്ങൾ മുഴുവനും നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ളവർ, നമ്മളെക്കാൾ വലിയ വീടുള്ളവർ, നമ്മളെക്കാൾ നന്നായി സമ്പാദ്യമുള്ളവർ, നമ്മളെക്കാൾ ഉയർന്ന ഉദ്യോഗമുള്ളവർ, ഇവരുമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഓർക്കണേ, നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കും? ചെറിയ വീടിനെക്കുറിച്ച് ദുഃഖിക്കുന്നവർ ആലോചിച്ച് നോക്കിക്കാൻ, ചെറ്റക്കുടലിൽ കിടന്ന് ഉറങ്ങുന്നവർ, റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലൊക്കെ കിടന്ന് ഉറങ്ങുന്നവർ, അന്തി ഉറങ്ങുവാൻ സ്ഥലമില്ലാത്തവർ, അവരെക്കാൾ എത്രയോ ഭേദമാണ് നിങ്ങൾ. അപ്പോൾ കുറവുകളിലേക്കല്ല, നിറവുകളിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. നമ്മളെക്കാൾ താഴ്ന്ന ജീവിത സാഹചര്യങ്ങളിലുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കുവാനായിട്ട്, പരിശുദ്ധ അമ്മ സന്തോഷിച്ചതുപോലെ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി എങ്ങനെ, എപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൽ സന്തോഷിക്കുന്നുണ്ട്? സുവിശേഷം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്തോഷിക്കുവാനുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. എപ്പോഴൊക്കെ നമുക്ക് സന്തോഷിക്കാം, എപ്പോഴൊക്കെയാണ് നമുക്ക് ആനന്ദിക്കാൻ കൂടുതൽ വകയുള്ളത് എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടർന്ന് കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നാമതായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു സന്തോഷം. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും ശുഭകാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സന്തോഷം, അതെല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ്. ഉദാഹരണത്തിന് ബൈബിളിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം തിരുവചനം ആദത്തിൻ്റെ ഒരു സന്തോഷത്തെക്കുറിച്ച് അതിനകത്ത് പറയുകയാണ്. ആദം തനിച്ചായിരുന്നു, എന്നാൽ ദൈവം ആദത്തിന് ഒരു തുണയെ, ഒരു ഇണയെ നൽകിയപ്പോൾ ആദം പറയുന്ന വാക്കുണ്ട് ഹവ്വയെ നോക്കിയിട്ട്, ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്. അത് ആദത്തിൻ്റെ ഒരു സന്തോഷമാണ്. അതായത് കൂട്ടിന് ഒരാളെ കിട്ടിയപ്പോൾ, അന്ന് വരെ തനിച്ചായിരുന്ന ആദത്തിന് കൂട്ടിന് ഒരാളെ കിട്ടിയപ്പോൾ ആദം സന്തോഷിക്കുന്ന സന്തോഷം. ഇത് പറഞ്ഞ് അടുത്തൊരു കാലത്തിലേക്ക് പോകുന്നതിന് മുൻപ് അച്ഛനൊരു കാര്യം ഇടയിൽ പറയുകയാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളിൽ ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പോഴുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായിരുന്ന സന്തോഷം അവൻ ഇന്ന് വളർന്നു വന്നപ്പോൾ ഉണ്ടോ? ഒരു വീട് വെച്ചപ്പോൾ ഉണ്ടായ സന്തോഷം ഇന്നുണ്ടോ? ചിന്തിച്ചു നോക്കേണ്ടതാണ്. സന്തോഷം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല. അപ്പോൾ ആദം സന്തോഷിച്ചത് ഹവ്വയെ ലഭിച്ചപ്പോൾ, പിന്നീടോ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിനെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം
അതിൻ്റെ 15-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രകാരമാണ്. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയൊരു വിമോചകനായി വരുന്ന മോശ തൻ്റെ മുൻപിൽ വലിയ ഒരു പ്രതിസന്ധിയാണ്, ചെങ്കടലാകുന്ന പ്രതിസന്ധി. ഇസ്രായേൽ ജനം തങ്ങളെ ആക്രമിച്ച് കീഴടക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യഹോവയായ ദൈവം ഇടപെടുകയാണ്. ചെങ്കടലിനെ അങ്ങോട്ട് വിഭജിക്കുകയാണ്. ചെങ്കടലിനെ വിഭജിച്ച് അതിലൂടെ അവർ പുറത്തു കടന്നതിൻ്റെ ആനന്ദസൂചകമായിട്ട് ഒരു വിജയ കീർത്തനം മോശ പാടുന്നുണ്ട്. മോശ പാടുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ഏതൊരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അന്ന് നമ്മൾക്ക് ദൈവം നല്ല ദൈവമാണ് നമുക്ക് തോന്നും. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു, ഈ ഒരു പ്രതിസന്ധിയിൽ ദൈവം ഇടപെട്ടു, ഈ ഒരു പ്രതിസന്ധിയിൽ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം നല്ല ദൈവമാണ് എന്ന് ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കുന്നവരാ, മോശയെ പോലെ തന്നെ. ഇതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ അന്ന് ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് യാബ് എന്ന് പറയുന്ന കാനാൻ രാജാവായിരുന്നു. ഈ യാബിൻ്റെ അധീനതയിൽ ഇസ്രായേൽ മക്കൾ ഒരു 20 വർഷങ്ങളുണ്ടായിരുന്നു. 20 വർഷം. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യാബിന് ഒരു സൈനാധിപൻ ഉണ്ടായിരുന്നു. ആ സൈനാധിപൻ്റെ പേരാണ് സിസേറ. ഈ സിസേറ എന്ന് പറയുന്ന വ്യക്തി ഒരു ദുഷ്ടനായ വ്യക്തിയായിരുന്നു. ഇവൻ ഇസ്രായേൽ മക്കളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 1-2 ദിവസങ്ങളോ വർഷങ്ങളോ അല്ല, 20 വർഷങ്ങളോളം ഇവൻ പീഡിപ്പിച്ചു. ഇവനിങ്ങനെ ദാരുണമായിട്ട് ഇവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ഒന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, യഹോവയായ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ രക്ഷിക്കണം. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അന്ന് അവരെ നയിച്ചുകൊണ്ടിരുന്നത്, അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് ദബോറ എന്ന് പറയുന്ന സ്ത്രീ ആയിരുന്നു. സ്ത്രീ ന്യായാധിപ. അവൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് അവളിലൂടെ ഇടപെട്ട് അവർക്ക് വിമോചനം നൽകുകയാണ്. എന്നിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദബോറയുടെ ഒരു കീർത്തനം അതിനകത്ത് കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ദുഷ്ടനായ ഈ ഒരു സൈന്യാധിപൻ്റെ രാജാവിൻ്റെ കരവലയത്തിൽ നിന്നും രക്ഷിച്ചതിന് ഈ ഒരു സ്ത്രീയായ എന്നെ ഒരുക്കിയതിനെ ഓർത്ത് ദബോറ ഒരു കീർത്തനം ആലപിക്കുന്നു. ദബോറ ഒരു കീർത്തനം ആലപിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. സാമുവേലുണ്ട്. തുടർന്ന് വചനം നമുക്ക് പോകുമ്പോൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ അതിൻ്റെ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിജയശ്രീലാളിതനായി ദാവീദ് വരുമ്പോൾ ജനം പാടുന്നൊരു കീർത്തനം, ഇതാ സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറയുന്ന ഒരു കീർത്തനം. അത് പുതിയ രാജാവ്, പഴയ രാജാവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പുതിയ രാജാവിനെ ലഭിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലും പഴയതിനേക്കാൾ കൂടുതൽ കരുത്തുറ്റ, പഴയതിനേക്കാൾ കൂടുതൽ മെച്ചമായ ഒരു ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളും സന്തോഷിക്കും. ഇസ്രായേൽ ജനത്തിന് പഴയ രാജാവിനേക്കാൾ കൂടുതൽ നല്ലവനായ ഒരു രാജാവിനെ കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? പഴയതിനേക്കാൾ കൂടുതൽ മെച്ചമായ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം, അതും ബൈബിളിൽ പറയുന്ന ആനന്ദം തന്നെയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, സ്നേഹമുള്ള ദൈവമക്കളെ, എന്തെങ്കിലും ലഭിച്ചത് കൊണ്ടുള്ള സന്തോഷത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. എന്തെങ്കിലും ലഭിച്ചത് കൊണ്ട് മാത്രം, എന്തെങ്കിലും ലഭിച്ചപ്പോൾ, അവർക്ക് വിജയം ലഭിച്ചപ്പോൾ, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭിച്ചപ്പോൾ ഒക്കെ ഉള്ള സന്തോഷങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന വചനങ്ങളാണ് ഒരു പക്ഷേ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വചനം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വചനം തന്നെയാണ്. അതുകൊണ്ട് ആരും അയ്യോ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് കരുതി പോകരുത്. പക്ഷെ ഒരിക്കൽ കൂടി ഈ വചനം ഞാൻ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ സന്തോഷത്തിനുള്ള ഒരു വലിയ വകയെക്കുറിച്ച്, കാരണത്തെക്കുറിച്ച് എഴുതി വയ്ക്കുന്ന വചനമാണത്. ഒന്നുകൂടെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ, നമ്മുടെ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി മേഖലയിലും ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ആനന്ദമായി കത്തിപ്പടരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുക. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ നിന്ന് അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം.
കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. സ്നേഹമുള്ള ദൈവമക്കളെ, എത്രയോ ബലവത്തായ കരുത്തു പകരുന്ന വചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം പോലെയുണ്ട്. എന്ത് ജീവിത സാഹചര്യമായാലും എന്ത് തകർച്ച വന്നാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് തകർച്ചയുടെ സാഹചര്യത്തിൽ പോലും എൻ്റെ ആത്മാവിനെ ദൈവത്തോട് ചേർത്ത് നിർത്തിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് പാടാൻ പറ്റിയതാണ്. ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവവുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ എഴുതി വയ്ക്കുകയാണ്. ദൈവവുമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ ഏത് ജീവിത സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സമ്പാദ്യമുണ്ടാവട്ടെ, നമുക്ക് ഈ പറഞ്ഞ ആനന്ദം ഉണ്ടാവില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ വലിയ വീടുള്ള എല്ലാവരും സന്തോഷത്തിലാണെന്ന്? അതൊരു തെറ്റായ ചിന്തയാണ്. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. വലിയ വീടുണ്ട്. ഇന്ന് വലിയ വീടുള്ള പലരും കടം വീട്ടാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇനി വലിയ പണക്കാർ നമ്മൾ കാണുന്ന അവർക്കൊക്കെ ഈ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നൽകുന്ന ഒരു ആത്മീയമായ ആനന്ദം അതുണ്ടെന്നാണ് കരുതുന്നത്. നെട്ടോട്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അതാണ് പരിശുദ്ധ അമ്മ ഈ കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാരണങ്ങൾ, പഠിപ്പിക്കുന്ന ചില നല്ല തത്വങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതും ഈ വചനം പറയുന്നുണ്ട്. ഈ വചനം ഹബക്കുക്ക് പ്രവാചകനിലെ വചനം 3-ാം അധ്യായത്തിൻ്റെ 17 വചനങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല? സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് രോഗാവസ്ഥകളായിരിക്കാം, അസുഖമായിരിക്കാം. ഏതോ ഒരു അസുഖം എൻ്റെ ജീവിതത്തിൽ വന്നു, അപ്രതീക്ഷിതമായൊരു രോഗത്തിന് എൻ്റെ കുടുംബത്തിൽ ആരോ അടിമപ്പെട്ടു. അത് മുഖേന എൻ്റെ ജീവിതത്തിൽ ആ ബൾബ്, ആ പ്രകാശം അങ്ങ് അണഞ്ഞുപോയി. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു വ്യക്തി പറഞ്ഞ സാക്ഷ്യം ഇന്നും എൻ്റെ ചങ്കോട് ചേർത്ത് വച്ചിരിക്കുന്ന സാക്ഷ്യമാണത്. സ്നേഹമുള്ള ദൈവമക്കളെ, കുറേ പേര് ധ്യാനം കഴിഞ്ഞ് അവർക്ക് കിട്ടിയ ദൈവാനുഭവം പങ്കുവയ്ക്കുന്നു. അതിനകത്ത് അന്നത്തെ ധ്യാനത്തിൽ ഒരു ചേട്ടായി പറഞ്ഞ പ്രകാരമാണ്, എനിക്ക് ധ്യാനത്തിന് കൂടിയിട്ട് അച്ഛാ എനിക്ക് കിട്ടിയ ഒരു അഭിഷേകം എന്ന് പറയുന്നത് 80 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉള്ളു തന്ന് ചിരിച്ചിട്ടില്ല. ഈ ധ്യാനത്തിൽ എനിക്ക് വേറെ കുറേ അസുഖങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ചിരിക്കാൻ സാധിച്ചു. ഇതല്ല ഒരു ആനന്ദം. ഒരു വ്യക്തിക്ക് പിന്നെ എന്ത് വേണം? എൻ്റെ ജീവിതത്തിൽ അയാൾക്ക് എല്ലാം ഉണ്ട്, പണമുണ്ട്, അയാൾക്ക് കാറുണ്ട്, പക്ഷെ അയാൾക്ക് സന്തോഷം എന്താണെന്ന് ലഭിച്ചിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല. അയാൾ പറയാണ് ധ്യാനം കൂടിയപ്പോൾ ഉള്ളിലൊരു വലിയ ആനന്ദം വന്നു നിറഞ്ഞു. മറ്റൊരു വ്യക്തി പറഞ്ഞ സാക്ഷ്യപ്രകാരമാണ്, അയാൾ കാലൊടിഞ്ഞിട്ടാണ് വന്നത്. കാല് വെച്ച് നടക്കുന്നേ ഉള്ളൂ, നടുവേദനയുണ്ട്, ഇരുന്നാണ് ധ്യാനം കൂടിയത്, ഇരുന്നും നിന്നുമൊക്കെ ധ്യാനം കൂടിയത്. അയാൾ പറഞ്ഞ സാക്ഷ്യം പ്രകാരമാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങൾക്ക് പലർക്കും ദൈവാനുഗ്രഹം രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടില്ല, എൻ്റെ നടുവേദന മാറിയിട്ടില്ല, എൻ്റെ കാലിൻ്റെ പേശികൾക്ക് ഇപ്പോഴും ബലക്കുറവുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു സാക്ഷ്യം പറയുന്നത് എൻ്റെ കർത്താവ് ഈ ദിവസങ്ങളിലെല്ലാം എന്നെ താങ്ങി നടത്തി. ഈ ധ്യാനത്തിന് പോകരുത് എന്ന് എന്നോട് പലരും പറഞ്ഞപ്പോഴും ഞാൻ അത് വകവയ്ക്കാതെ ധ്യാനത്തിന് വന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് ഈ 5 ദിവസം ഇവിടെ ഇരുന്ന് വചനം കേൾക്കാനായിട്ട് പറ്റി. ഇരുന്നും നിന്നുമൊക്കെ വചനം കേൾക്കാനായിട്ട് പറ്റി. ഇതല്ലേ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതം? അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉള്ളിലൊരു കുളിർമ കോരിയിട്ട ഒരു അനുഭവമായിരുന്നു. സ്നേഹമുള്ള ദൈവമക്കളെ, ഏത് രോഗാവസ്ഥയിലും കർത്താവ് കൂടെ ഇല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? കർത്താവ് കൂടെ ഉണ്ടെന്നേ. അവനൊന്ന് ചേർത്ത് നിർത്തിക്കുകയും പരിശുദ്ധ അമ്മയുടെ കൂടെ കാലിത്തൊഴുത്തിലുണ്ടായിരുന്ന രക്ഷകൻ, കാലിത്തൊഴുത്തിൽ രക്ഷകനുള്ളപ്പോഴാണ് അവിടെ ക്രിസ്മസ്.
അവിടെ ദൈവമുണ്ടെങ്കിലാണ് അവിടെ ആനന്ദം ഉണ്ടാവുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും ക്രിസ്തു കൂടെ ഉണ്ട്, അവിടെയല്ലേ ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രോഗാവസ്ഥകളൊന്നും നമ്മുടെ ഉള്ളിലുള്ള ഈ ആനന്ദം നഷ്ടപ്പെടുത്താനായിട്ട് ഒരിക്കലും അതിന് കാരണം ആകരുത്. ഈ രണ്ടാമതായിട്ട് കാരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു സഹനം വരുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു പ്രത്യേക ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. അതിന് ഏറ്റവും അങ്ങനെയുള്ള അവസരത്തിൽ സന്തോഷിക്കുവാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇത് ദൈവഹിതമാണെങ്കിൽ ഞാൻ ആനന്ദിക്കും എന്നുള്ളൊരു തിരിച്ചറിവ്. നമുക്കറിയാമല്ലോ, വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായിട്ട് പറയപ്പെടുന്ന ഒരു സ്ത്രീയാണല്ലോ ഒരു റാണി മരിയ, സിസ്റ്റർ റാണി മരിയ. എന്ത് സന്തോഷമാണ് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ സ്നേഹമുള്ള ദൈവമക്കളെ. 54 തവണ ഇവളുടെ ശരീരത്തിൽ ഘാതകൻ വെട്ടി മുറിവേൽപ്പിക്കുമ്പം ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ് റാണി മരിയ സന്തോഷിക്കുകയായിരുന്നു. ആ സന്തോഷിച്ചത് കൊണ്ടാണ് റാണി മരിയ, സിസ്റ്റർ റാണി മരിയയ്ക്ക് ഈശോയെ 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 എന്ന് വിളിക്കാനായിട്ട് സാധിച്ചത്. സഹനങ്ങളിൽ ഈശോയെ എന്ന് നിങ്ങൾ ചങ്കത്ത് കൈവച്ച് വിളിക്കാൻ പഠിച്ചു നോക്കിക്കേ, അവിടെ ആനന്ദം ഉണ്ടാവും. സിസ്റ്റർ റാണി മരിയ സന്തോഷത്തോടെ മരിച്ചു എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെ വിശുദ്ധ അന്തോണിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? വിശുദ്ധ അന്തോണി ആദ്യം ഫ്രാൻസിസ്കൻ അല്ലായിരുന്നു, മറ്റൊരു സന്യാസ സമൂഹത്തിൽ അംഗമായിരുന്നു. ഒരിക്കൽ വിശുദ്ധ അന്തോണി നോക്കി നിൽക്കുമ്പം ഒരു കൂട്ടം യുവാക്കൾ ഈ കാഷായ വസ്ത്രം ധരിച്ച്, ചാക്ക് വസ്ത്രം ധരിച്ചിട്ട് അവരിങ്ങനെ സന്തോഷത്തോടുകൂടി പാടിപ്പോവുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, വിശുദ്ധ അന്തോണി പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പറയുകയാണ്, ഞങ്ങൾ മുഹമ്മദീയർക്ക് വചനം പ്രഘോഷിക്കാൻ പോവുകയാണ്, അവർ ഞങ്ങളെ കൊല്ലും, രക്തസാക്ഷിയാവാനായിട്ട് സന്തോഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ തന്നെയാണ് വിശുദ്ധ അന്തോണി ഇവരിലേക്ക് ചേരണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്തോണി പിന്നെ കാണുന്നത്, വിശുദ്ധ അന്തോണി പിന്നെ കാണുന്നത് പായിൽ പൊതിഞ്ഞ് വചനം പ്രഘോഷിക്കാൻ പോയ അവരെല്ലാവരെയും കൊന്ന് അവരെ കൊണ്ടുവരുന്ന ഒരു മടക്കയാത്രയാണ് കാണുന്നത്. ക്രിസ്തുവിന് വേണ്ടി സഹനം ഏറ്റെടുക്കാനുള്ള ആഗ്രഹമാണ് വിശുദ്ധനായ അന്തോണിയെ ഈ ഫ്രാൻസിസ്കൻ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്താനായിട്ട് ഒരിക്കലും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം വരും. അതിനെക്കുറിച്ച് ഏറ്റവും ഒരു എളുപ്പമുള്ള ഉദാഹരണം പറയുന്നത് തൂങ്കുഴി പിതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സത്യദീപം മാസികയിൽ ആഴ്ചപ്പത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു അനുഭവം കേൾക്കുവാനായിട്ട് വന്നത്. തൂങ്കുഴി പിതാവിനെ കുറിച്ച് തൂങ്കുഴി പിതാവ് പറയുകയാണ്, ആഴ്ചയിലോ ഒരിക്കലോ 2 ആഴ്ചയിലോ ഒരിക്കലോ ഒരു അസഭ്യം പറഞ്ഞിട്ടുള്ള ഒരു കത്ത് പിതാവിന് കിട്ടുമായിരുന്നു. വലിയ ദുഃഖമായിരുന്നു ഈ കത്ത് വായിക്കുമ്പോൾ. പിതാവിനെ തെറി പറഞ്ഞിട്ടുള്ള കത്താണെന്ന് ഓർക്കണേ. പിതാവ് ഈ ദുഃഖവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ദുഃഖവുമായിട്ട് എപ്പോഴും ആ മുഖത്തുള്ള വെട്ടമൊക്കെ അങ്ങ് മങ്ങി. പിതാവ് തന്നെ എഴുതിയിട്ടുള്ളതാണ്. പിതാവ് മെത്രാന്മാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിപ്പോൾ അന്നത്തെ കാർദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവ് ഈ സമ്മേളനത്തിൻ്റെ ആരംഭത്തിലോ എപ്പോഴോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒരു തെറി പറഞ്ഞിട്ടുള്ളൊരു കത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ തൂങ്കുടി പിതാവിന് ആശ്വാസം, അപ്പോൾ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട്, ഞാൻ ഈ കത്ത് കൊണ്ടുപോയിട്ട് ആൾത്താരയിൽ വെച്ച് എന്നും പ്രാർത്ഥിക്കും. ഇന്നിപ്പോൾ ഈ ഒരാഴ്ചയിൽ ഒരിക്കലും ഈ കത്ത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നമ്മുടെ ആനന്ദം കെടുത്താനായിട്ട് നമ്മൾ അനുവദിക്കരുത്. തൂങ്കുടി പിതാവ് പിന്നെ പറയാം, അന്ന് ആ സാക്ഷ്യം കേട്ടതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കത്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല, പിന്നീട് കത്ത് വന്നിട്ടില്ലെന്ന് കൂടെ പറയണേ. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നമ്മുടെ സന്തോഷം കെടുത്തരുത്. ഇനി അവസാനമായിട്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പിടിച്ചു വലിക്കുമ്പോഴൊക്കെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വിശുദ്ധനായ പോളിക്കാർപ്പ് പറയുന്ന പ്രകാരമാണ്, 86 വയസ്സുള്ളപ്പോൾ ആ മനുഷ്യനെ പിടിച്ച് ഘാതകർ പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം നീ ഉപേക്ഷിക്കുക, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളരുത്. പോളിക്കാർപ്പ് പറയുകയാണ്, 86 വർഷം ദൈവം തമ്പുരാൻ എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഞാൻ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്തിനാ ഉപേക്ഷിക്കുന്നത്? നിങ്ങൾ കൊല്ലണമെങ്കിൽ കൊന്നോളൂ. അന്ത്യോക്യയിലെ വിശുദ്ധ ആൻ്റണി, അദ്ദേഹത്തെ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈ വിശുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ശിശുവിനെ ഈശോ അവരുടെ മധ്യം നിർത്തി എന്നൊക്കെ പറയുന്നില്ല. ഈ ശിശുവാണ് അന്ത്യോക്യയിലെ വിശുദ്ധ അന്തോണി എന്ന് പറയുന്നത്, ആൻ്റണി എന്ന് പറയുന്നത്. അവനെ ഈ രാജാവ് പിടിച്ചിട്ട് കൊല്ലാനായിട്ട് സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ അന്ത്യോക്യയിലെ വിശുദ്ധൻ പറയുന്നുണ്ട്, പിതാവേ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രകാരമാണ് ദാനിയേൽ പ്രവാചകനെയൊക്കെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് കേൾക്കുന്നു.
പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ സിംഹങ്ങൾ തിന്നണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയത്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത. അയാൾ സിംഹം തിന്നു. പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ ഈ വിശുദ്ധൻ പലർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയണേ. സ്നേഹമുള്ളവരെ, ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രകാശം കത്തി നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകും സന്തോഷം. നീ ഇന്ന് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളായാലും സന്തോഷിക്കാൻ ദൈവം നിന്നെ അനുവദിക്കട്ടെ എന്ന് ഉള്ള ചെറിയ വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.